ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഏറ്റവും ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് വായിക്കാം. Are you interested in English? Are you fond of English films? Are you fed up with town life? ഇത്തരം രസകരമായ ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിച്ചെടുക്കാം, മനസ്സിലാക്കാം. അതുപോലെ തന്നെ I wish he'd get a job. I'm fed up with it. എന്താണ് ഈ സെന്റൻസിന്റെ മീനിങ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ഏറ്റവും ആദ്യത്തെ സെന്റൻസ് വായിക്കാം. Are you interested in English? ഇംഗ്ലീഷിൽ നിനക്ക് താല്പര്യമുണ്ടോ എന്നാണ് ഈ ഒരു ചോദ്യത്തിന്റെ അർത്ഥം. Are you interested in English? ഇവിടെ നമുക്ക് ചേഞ്ചുകൾ വരുത്താം. ഇപ്പൊ നിങ്ങൾക്ക് പാചകത്തിൽ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ Are you interested in cooking? ഇവിടെ നമ്മൾ നൗൺ ഫോമാണ് ഉപയോഗിക്കാൻ പറ്റുക. നമുക്കറിയാം കുക്ക് എന്നത് ഒരു വെർബാണ്. അപ്പോൾ ആ വെർബിനെ ജെറൻ ഫോം ആക്കി മാറ്റണം. വെർബിനെ നൗൺ ഫോം ആക്കി മാറ്റുന്നതിനെയാണ് ജെറൻ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ജെറൻ ഫോം ആക്കാൻ നമ്മൾ ING ആഡ് ചെയ്തു. Are you interested in cooking? നിനക്ക് പാചകത്തിൽ താല്പര്യമുണ്ടോ എന്നാണ് ഈ ഒരു സെന്റൻസിന്റെ അർത്ഥം. ഇതുപോലെ തന്നെ നമുക്ക് വളരെയധികം ചേഞ്ചസ് വരുത്താം. Are you interested in dancing? ഡാൻസിങ്ങിൽ നിനക്ക് താല്പര്യമുണ്ടോ? Are you interested in telling lies? നുണ പറയുന്നതിൽ നിനക്ക് താല്പര്യമുണ്ടോ? ഏത് വെർബും നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ ജെറൻ ഫോം ആണ് യൂസ് ചെയ്യുന്നത്. പ്രസന്റ് പാർട്ടിസിപ്പൽ ഫോം അല്ല, ജെറൻ ഫോം. അത് രണ്ടും രണ്ടാണ്. കാഴ്ചയിൽ ഒരേപോലെ ആണെങ്കിലും നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ജെറൻ ഫോം ആണ്. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് 500 വെർബുകൾ നമുക്ക് അറിയാമെങ്കിൽ 500 രസകരമായ ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ ഉപയോഗിച്ചൂടെ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നിനക്ക് TV കാണുന്നതിൽ താല്പര്യമുണ്ടോ? Are you interested in watching TV? നിനക്ക് ട്രാവലിംഗിൽ താല്പര്യമുണ്ടോ? Are you interested in traveling? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെർബുകളുടെ കളക്ഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം നിർബന്ധമായും. ഓക്സ്ഫോർഡ് 3000 എന്നാണ് അതിനെ പറയുക. ഓക്കെ, ഇത്തരം വെർബുകളുടെ കളക്ഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്കറിയാം. Are you interested in acting? അഭിനയിക്കുന്നതിൽ നിനക്ക് താല്പര്യമുണ്ടോ? Are you interested in advising others? മറ്റുള്ളവരെ ഉപദേശിക്കുന്നതിൽ നിനക്ക് താല്പര്യമുണ്ടോ? അതുപോലെ വേണ്ടുവോളം ക്വസ്റ്റ്യൻസ് നമുക്ക് യു എന്ന സബ്ജക്റ്റ് ഉപയോഗിച്ച് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിന്റെ അമ്മയ്ക്ക് പാചകം ചെയ്യുന്നതിൽ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കണമെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മളിവിടെ സബ്ജക്റ്റ് യുവർ മദർ, നിന്റെ അമ്മയ്ക്ക് പാചകം ചെയ്യുന്നതിൽ താല്പര്യമുണ്ടോ? ഇപ്പോൾ യുവർ മദർ എന്നത് സിംഗുലർ ആണ്. അതുകൊണ്ട് നമുക്കിവിടെ ഓക്സിലറി വെർബും ചേഞ്ച് ചെയ്യേണ്ടി വരും. ഇവിടെ നമുക്ക് സിംഗുലർ ആവുമ്പോൾ ഈസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഈസ് യുവർ മദർ ഇൻട്രസ്റ്റഡ് ഇൻ കുക്കിംഗ്? നിന്റെ അമ്മയ്ക്ക് പാചകം ചെയ്യുന്നതിൽ താല്പര്യമുണ്ടോ? ഈസ് യുവർ മദർ ഇൻട്രസ്റ്റഡ് ഇൻ പ്രേയിങ്? പ്രാർത്ഥിക്കുന്നതിൽ നിന്റെ അമ്മയ്ക്ക് താല്പര്യമുണ്ടോ? നമ്മൾ നോക്കുമ്പോൾ വളരെ സിമ്പിൾ ആണ് ഇംഗ്ലീഷിന്റെ നിയമങ്ങൾ. പക്ഷെ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് തെറ്റുവരും. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ നോക്കണം. എന്താണ് കാരണം? പ്രാക്ടീസ് ഇല്ല. അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഈസ് യുവർ മദർ ഇൻട്രസ്റ്റഡ് ഇൻ പ്രേയിങ്? ഈസ് യുവർ മദർ ഇൻട്രസ്റ്റഡ് ഇൻ പ്രേയിങ്? ഒരാളോട് ശരിയായ രീതിയിൽ നമ്മൾ ചോദിക്കുന്ന പോലെ ചോദിച്ച് പ്രാക്ടീസ് ചെയ്യണം. റിയൽ ലൈഫിൽ നമുക്ക് അങ്ങനത്തെ ഒരു ചാൻസ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണോ ചോദിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ഉറക്കെ പ്രാക്ടീസ് ചെയ്യണം. ഇനി നമുക്കിവിടെ ചേഞ്ച് വരുത്താം. നിന്റെ സിസ്റ്ററിന് പാചകം ചെയ്യാൻ താല്പര്യമുണ്ടോ? അപ്പൊ ഇവിടെ വലിയ വ്യത്യാസങ്ങളൊന്നും വരുത്താനില്ല. യുവർ സിസ്റ്റർ എന്ന് ആക്കിയാൽ മതി. പക്ഷെ നമുക്ക് ദേ ആണ് ഇവിടെ സബ്ജക്റ്റ് എന്ന് വിചാരിക്കുക. അവർക്ക് പാചകം ചെയ്യുന്നതിൽ താല്പര്യമുണ്ടോ? അവർക്ക് പാചകം ചെയ്യുന്നതിൽ താല്പര്യമുണ്ടോ? അപ്പൊ നമ്മളിവിടെ ദേ ആക്കുന്നു. ദേ ആക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മളിവിടെ ആർ എന്ന ഓക്സിലറി വെർബ് ഉപയോഗിക്കണം. ഇനി ഇത് ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുക. ആർ ദേ ഇൻട്രസ്റ്റഡ് ഇൻ കുക്കിംഗ്? ആർ ദേ ഇൻട്രസ്റ്റഡ് ഇൻ ഡ്രൈവിംഗ്? ആർ ദേ ഇൻട്രസ്റ്റഡ് ഇൻ വാച്ചിങ് ഇംഗ്ലീഷ് മൂവീസ്? ഇങ്ങനെ റിയൽ ലൈഫിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് 3, 4, 5 ഉറക്കെ പറയണം. ഞാൻ നിങ്ങളടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നത് ഈ വീഡിയോ ഒരു പ്രാവശ്യം നിങ്ങൾ കാണാം, രണ്ടാമതും നിങ്ങൾ വീണ്ടും കാണണം. കാണുന്ന സമയത്ത് ഓരോ സെന്റൻസുകളും കേട്ടതിന് ശേഷം നിങ്ങൾ പോസ് ചെയ്യണം. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളും പറയണം. കാരണം ഇംഗ്ലീഷ് സംസാരിച്ച് മാത്രമേ ഇംഗ്ലീഷിന്റെ ക്വാളിറ്റി കൂട്ടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇതും നമ്മൾ
അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ഉപയോഗിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ആർ യു ഫോണ്ട് ഓഫ് ഇംഗ്ലീഷ് ഫിലിംസ്? ഇംഗ്ലീഷ് ഫിലിംസ് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇംഗ്ലീഷ് ഫിലിംസിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള അവസരം ലഭിക്കുന്ന സമയത്ത് ഇത്തരം രസകരമായ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആർ യു ഫോണ്ട് ഓഫ് മ്യൂസിക്? മ്യൂസിക്കിൽ നിനക്ക് താല്പര്യമുണ്ടോ? ആർ യു ഫോണ്ട് ഓഫ് മ്യൂസിക്? ആർ യു ഫോണ്ട് ഓഫ് കുക്കിംഗ്? ഇവിടെ നമുക്കറിയാം ഇത് ജെറൻഡ് ഫോം ആണ്. നേരത്തെ നമ്മൾ പഠിച്ച അതേ റൂൾ തന്നെയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. മ്യൂസിക് എന്നത് നൗൺ ആണ്. നൗൺ ഉപയോഗിക്കേണ്ട പൊസിഷനിലേക്ക് വെർബിനെ കൊണ്ടുവരുമ്പോൾ വെർബിനെ നൗൺ ആക്കി മാറ്റണം. അങ്ങനെ വെർബിനെ നൗൺ ആക്കി മാറ്റുന്ന ഫോമിനെയാണ് ജെറൻഡ് ഫോം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ജെറൻഡ് ഫോം ആണ്. ആർ യു ഫോണ്ട് ഓഫ് കുക്കിംഗ്? ഇവിടെ കുക്കിംഗ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ ഏതൊരു വെർബിനെയും ജെറൻഡ് ഫോം ആക്കി നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കും. ആർ യു ഫോണ്ട് ഓഫ് വാച്ചിങ് ടി വി? ആർ യു ഫോണ്ട് ഓഫ് സിംഗിങ്? സിംഗ് എന്ന വെർബിന്റെ ജെറൻഡ് ഫോം ആക്കി മാറ്റിയ ഫോമാണ് നമ്മളോട് ഉപയോഗിച്ചത്. ആർ യു ഫോണ്ട് ഓഫ് സിംഗിങ്? ഇതുപോലെ നമുക്ക് എല്ലാ വെർബുകളെയും ജെറൻഡ് ഫോം ആക്കി അവിടെ ഉപയോഗിക്കാൻ സാധിക്കും. നമ്മളവിടെ വെർബ് അല്ല ഉപയോഗിക്കുന്നത്, ജെറൻഡ് ഫോം ആണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. നമുക്കറിയാം ഇംഗ്ലീഷ് സംസാരിക്കാൻ ഗ്രാമർ മുഴുവൻ പഠിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ കോൺഫിഡൻസോട് കൂടി നമുക്ക് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് യാഥാർത്ഥ്യമാണ്. ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട യാഥാർത്ഥ്യം. ഈ രണ്ട് സെന്റൻസുകളും നോക്കുകയാണെങ്കിൽ ആർ യു ഫോണ്ട് ഓഫ് കുക്കിംഗ്? കുക്കിങ്ങിൽ നിനക്ക് താല്പര്യമുണ്ടോ? ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ കുക്കിംഗ്? ഓൾമോസ്റ്റ് സെയിം മീനിങ് ആണ് ആ രണ്ട് ക്വസ്റ്റ്യനും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഫോണ്ട് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഓഫ് ആണ്. ഇൻട്രസ്റ്റഡ് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇൻ ആണ്. ഇതിനെയാണ് നിയമം എന്ന് പറയുന്നത്. ഈ നിയമം നമ്മൾ മനസ്സിലാക്കാൻ കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം. ആർ യു ഫോണ്ട് ഓഫ് കുക്കിംഗ്? ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ കുക്കിംഗ്? ഒരു 10 തവണയെങ്കിലും അത് പറയണം. പിന്നീട് നമ്മൾ ഫോണ്ട് ഉപയോഗിച്ചിട്ട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അവിടെ ഓഫേ വരുള്ളൂ, ഇൻ വരില്ല. കാരണം നമ്മൾ ഓഫ് ഉപയോഗിച്ചിട്ടാണ് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ കുക്കിംഗ്? ഇൻട്രസ്റ്റഡ് കഴിഞ്ഞാൽ ഇൻ തന്നെയേ വരുള്ളൂ. കാരണം ഇൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത്. ആർ യു ഇൻട്രസ്റ്റഡ് ഓഫ് വരില്ല. അത് വരാതിരിക്കണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്തില്ല എങ്കിൽ നമ്മൾ വെറുതെ കേട്ടുപോയാൽ നമുക്ക് നല്ല റിസൾട്ട് ലഭിക്കില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം. നമുക്ക് അടുത്ത ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. ആർ യു ഫെഡ് അപ്പ് വിത്ത് ടൗൺ ലൈഫ്? ടൗൺ ലൈഫ് നിനക്ക് മടുത്തോ എന്നാണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം. ഫെഡ് അപ്പ് എന്നത് അഡ്ജക്റ്റീവ് ആണ്. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് വിത്ത് ആണ്. വിത്ത് തന്നെ ഇവിടെ ഉപയോഗിക്കണം. ആർ യു ഫെഡ് അപ്പ് വിത്ത് ടൗൺ ലൈഫ്? ടൗൺ ലൈഫ് നിനക്ക് മടുത്തോ? ഇതാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. ഇവിടെയും നമുക്ക് ജെറൻഡ് ഫോം ഉപയോഗിക്കാം. ആർ യു ഫെഡ് അപ്പ് വിത്ത് കുക്കിംഗ്? പാചകം നിനക്ക് മടുത്തോ? ആർ യു ഫെഡ് അപ്പ് വിത്ത് ലേണിംഗ് ഇംഗ്ലീഷ്? ഇംഗ്ലീഷ് പഠിച്ച് നിനക്ക് മടുത്തോ? ഇവിടെ അത്തരം ജെറൻഡ് ഫോംസ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഈ സെന്റൻസിന്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കാം. ഇത് കുറച്ച് ടഫായിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. സെക്കൻഡ് കണ്ടീഷണൽ സെന്റൻസസ് അവയെക്കുറിച്ച് കൃത്യമായി അറിവ് ഉള്ളവർക്കാണ് ഈ ഒരു സെന്റൻസിന്റെ റിയൽ ആയിട്ടുള്ള മീനിങ് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഐ വിഷ് ഹീഡ് ഗെറ്റ് എ ജോബ്? ഞാൻ ആഗ്രഹിക്കുകയാണ് അവനൊരു ജോബ് കിട്ടുകയാണെങ്കിൽ എന്ന്. ഐ എം ഫെഡ് അപ്പ് വിത്ത് ഇറ്റ്? എനിക്ക് മടുത്തു ഇത് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഈ രണ്ട് സെന്റൻസുകൾ ഉപയോഗിക്കുക. ഐ വിഷ് ഹീഡ് ഗെറ്റ് എ ജോബ്, ഐ എം ഫെഡ് അപ്പ് വിത്ത് ഇറ്റ്. വളരെ വേഗത്തിൽ ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ റെക്കോർഡ് ക്ലാസ്സുകളോ ഓൺലൈൻ ക്ലാസ്സുകളോ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. അത്തരം ക്ലാസ്സുകളുടെ ക്വാളിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു സൗജന്യ ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ ഇംഗ്ലീഷ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ നമ്പറിൽ വിളിക്കേണ്ടതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.